രാഹുൽ ഗാന്ധിയുടെ കഷ്ടകാലം തീരുന്നില്ല, തുടരുകയാണ്. ഇപ്പം തമിഴ്നാട്ടിൽ സ്റ്റാലിന് ഇനി രാഹുലിനെ വേണ്ട, കോൺഗ്രസിനെ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി എന്ന് കേൾക്കുന്നു. വല്ല കാര്യമുണ്ടോ? ഒരുപാട് കാലം തമിഴ്നാട്ടിൽ മാധ്യമപ്രവർത്തനം നടത്തിയ കുമാർ തെല്ലപ്പൻ സാറിന് തമിഴ്നാടിൻ്റെ ഒരു പൊളിറ്റിക്സും കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥയൊക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ. സുനിൽ, അതിനു മുമ്പ് ഞാൻ കേരളത്തിലെ ഒരു കാര്യം പറയാം. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയിൽ CPM-ഉം CPI ആണല്ലോ പ്രധാന കക്ഷികൾ. അതിൽ CPI-യിൽ ഈ ബിനോയ് വിശ്വവും ദിവാകരനും കൂടി എങ്ങനെയാണോ പിണറായിക്കിട്ട് പണിയുന്നത്, അതേപോലെയാണ് കോൺഗ്രസ് DMK-ക്ക് ഇട്ട് പണിയുന്നത് തമിഴ്നാട്ടിൽ. കോൺഗ്രസിനെ DMK ഒരു, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ഡോർമാറ്റായിട്ട്, ചവിട്ടിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആവശ്യം കഴിഞ്ഞ് എടുത്ത് കളയും എന്നുള്ള രീതിയിൽ. ടോയ്ലറ്റ് പേപ്പറിന്റെ വില പോലും കൊടുത്തിട്ടില്ല DMK-ക്കാർ കോൺഗ്രസിന്, രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക്. അതെ, കാരണം കോൺഗ്രസ് ഉണ്ടോ സാർ അവിടെ? അതാണ് തമാശ. കോൺഗ്രസിന് ആരെങ്കിലും ഇല്ലാണ്ട്, ക്രഷസ് ഇല്ലാണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റൂല. ഒന്നിൽ DMK, അതല്ലെങ്കിൽ AIADMK. അതായിരുന്നു അവർ ഇതുവരെ പിടിച്ച് നിന്നുകൊണ്ടിരുന്നത്. 2014 അവർ ഒറ്റയ്ക്ക് മത്സരിച്ചു ലോക്സഭ ഇലക്ഷനിൽ. എത്ര ശതമാനം വോട്ട് കിട്ടിയെന്നറിയാമോ? ഉദ്ദേശം ഒന്ന് ആലോചിച്ചു നോക്കി. 2% കിട്ടി കാണും. 4% കിട്ടി. ഇത്ര മോശമൊന്നും പറയില്ല. 67 വരെ നോൺ സ്റ്റോപ്പായിട്ട് കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനമാണത്. 4% കിട്ടി. പക്ഷെ മത്സരിച്ചവർക്കൊക്കെ പലർക്കും കെട്ടിവെച്ച ഇത് പൈസ പോയി. അപ്പോൾ അവിടെ ഇപ്പോൾ ഈ കോൺഗ്രസിനകത്ത് തന്നെ DMK-ക്കെതിരെ ഒരു വലിയ ഒരു എതിർപ്പ് രൂപം കൊണ്ട്, വളരെ ശക്തമായ എതിർപ്പുണ്ട്. അവരുടെ ഒരു വിഭാഗത്തിന് നമ്മുടെ സിനിമാ നടൻ വിജയ് രൂപീകരിച്ചിരിക്കുന്ന പാർട്ടിയായിട്ട് സഖ്യം ഉണ്ടാക്കണം എന്നാണ് TVക്ക്. അതിന് കാരണമുണ്ട്. അയാളും കോൺഗ്രസുമായിട്ട് കോൺഗ്രസ് നേതൃത്വമായിട്ട് നല്ല റിലേഷനാണ്. ഇപ്പോൾ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് വിജയിന് മറ്റേ പത്മശ്രീ ഒക്കെ കൊടുത്ത് ആദരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് രാഹുൽ ഗാന്ധി ആളെ തമിഴ്നാട്ടിൽ വെച്ച്, ഡൽഹിയിൽ വെച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ്. അപ്പം അന്ന് ഒരു വാർത്തയുണ്ടായിരുന്നു, ഇയാൾ ഒരു പക്ഷേ കോൺഗ്രസ്സിൽ ചേരുമായിരിക്കും എന്നൊക്കെ ഒക്കെ ഉള്ള വാർത്തയുണ്ടായിരുന്നു. പക്ഷേ അയാൾ പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സിന് എത്ര നാളായി കോൺഗ്രസ് DMK-യുടെ ആട്ടും തുപ്പുമായിട്ട് ഇങ്ങനെ സഹിക്കുക. 2006 കരുണാനിധി അധികാരത്തിൽ വന്ന ഒരു ന്യൂനപക്ഷ സർക്കാരാണ്. കരുണാനിധിക്ക് അങ്ങനെ 92 93 MLA-മാരെ ഉണ്ടായിരുന്നുള്ളൂ DMK-ക്ക്. അവിടെ 234 അവിടുത്തെ ടോട്ടൽ സ്ട്രെങ്ത്. അപ്പം അബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടാൻ വേണ്ടി എത്രയാണ് വേണ്ടതെന്ന് കണക്കൂട്ടി, അതിൻ്റെ പകുതി അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് തൊട്ട് തമിഴ്നാട്ടിൽ ഈ കോൺഗ്രസ്സുകാരെ ഇറക്കണേണ്, ഞങ്ങൾക്കും താട്ടെ അധികാരം. കരുണാനിധി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിനെ കണക്കാക്കണ എങ്ങനെയാണെന്നറിയാമോ? ഈ ഇറച്ചി വീട്ടുകാരൻ ആടിനെ വിളിച്ചുകൊണ്ട് പോകും അറക്കാനായിട്ട്, പ്ലാവിലേയും കാണിച്ചു കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ആടിനറിയോ? അപ്പോൾ അതേപോലെയാണ് അവിടുത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ. പോയി നിന്ന് കൊടുക്കും, നാളെ തരാം, അല്ലെങ്കിൽ മറ്റന്നാൾ തരാം, അല്ലെങ്കിൽ ആ കോർപ്പറേഷൻ ഇത് തരാം എന്ന് പറയും. നേതാക്കന്മാരൊക്കെ കാശ് മേടിക്കണം DMK നേതൃത്വത്തിൽ നിന്ന്. അവർക്ക് ചിദംബരം, അയാൾക്കിപ്പോൾ ഇവിടെ തമിഴ്നാട്ടിൽ ഒരുത്തൻ കോൺഗ്രസ്സുകാരൻ മന്ത്രിയെ കൊണ്ട് അയക്ക് എന്ത് കാര്യം കിട്ടാൻ? അയക്ക് നേരെ കരുണാനിധിയുടെ അടുത്ത് പോയി പറഞ്ഞു, അയ്യാ അത് ചെയ്തു തുടങ്ങിയ എന്നൊക്കെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കും. ഇപ്പോൾ ഈ പുതിയ കുറേ തലമുറയിലെ കുറേ നേതാക്കന്മാർ, മാണിക്കൻ താക്കൂർ എന്നൊക്കെ പറഞ്ഞു ഒരുത്തനുണ്ട്. അപ്പോൾ അയാൾ പറയണ എന്താ, ഈ DMK ആയിട്ടുള്ള സഖ്യം ഇങ്ങനെ തുടരാൻ പറ്റില്ല, നമുക്ക് അധികാരത്തിലൊരു ഷെയർ വേണമെന്നാണ് പറഞ്ഞു. ഇപ്പം DMK-യുടെ ആദ്യത്തെ ഡിമാൻഡ് മാണിക്കൻ ടാക്കൂറിനെ എല്ലാ കമ്മിറ്റിയിൽ നിന്ന് എല്ലാത്തിൽ നിന്ന് ഒഴിവാക്കണം, അയാൾക്ക് ഇലക്ഷന് അയാൾക്ക് സീറ്റും കൊടുക്കാൻ പാടില്ല. അതൊന്ന്. പിന്നെ കഴിഞ്ഞ തവണ തന്നെ ഈ 2024 2019 ഇലക്ഷനൊക്കെ ചർച്ച നടത്താൻ പോയപ്പോൾ DMK വളരെ മോശമായിട്ടാണ് കോൺഗ്രസ് നേതാക്കളോട് പെരുമാറിയത്. TR ബാലു എന്ന് പറഞ്ഞാൽ ധാർഷ്ട്യത്തിൻ്റെ അങ്ങേ അറ്റത്തെ ആളാണ്. അയാൾക്ക് മനുഷ്യത്വം എന്ന് പറഞ്ഞില്ല. അതുപോലെ ദൊരൈമുരുകൻ, എന്താ ദൊരൈമുരുകൻ്റെ പ്രത്യേകത അറിയില്ലേ? ജയലളിതയുടെ സാരി വലിച്ച ആളാണ് അയാൾ. നിയമസഭയ്ക്ക് നല്ല ക്വാളിറ്റി ആണല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ അടുത്ത് കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കേൾക്കാനാണ്? അത് മാത്രമല്ല, കോൺഗ്രസ് DMK-നെ ഒന്ന് പസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വേണുഗോപാലിനാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്, KC വേണുഗോപാലിന്. അപ്പോൾ പിന്നെ പകുതി പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു. DMK ഇതൊരു പ്രതീക്ഷിച്ചിരുന്ന ഒരു ഡെവലപ്മെൻ്റാണ്. DMK-യും കോൺഗ്രസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമാവുന്നുള്ളത്. കാരണം എത്ര നാളായി ആട്ടും തുപ്പ് കയറ്റി
ഈ വിറക് വെട്ടിയും വെള്ളം കോരിയും കഴിയുന്ന DMK-കാരുടെ ഇത് കഴിഞ്ഞിട്ട് എന്നിട്ട് DMK പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് ഇവർ ജയിക്കുന്നത്. ഇവിടെ CPM സത്യമാണല്ലോ. അതെ, ഇവിടെ CPI ജയിക്കുന്ന CPM-ന്റെ വോട്ട് കൊണ്ടല്ലേ. അതല്ലെങ്കിൽ ഒന്ന് ഒറ്റയ്ക്ക് മത്സരിച്ചു നോക്കട്ടെ അവർ. എന്നിട്ട് CPM-നെ ചീത്ത പറയുകയും ചെയ്യും. എന്നിട്ട് അത് പറയാതെ അതാ മുഖ്യമന്ത്രി മനസ്സിലാക്കണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്താ മുഖ്യമന്ത്രി മനസ്സിലാക്കി അവൻ്റെയൊക്കെ ചെവിക്ക് ദാറ്റ് വേ ഇവർക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്താ വെളിയം ഭാർഗവൻ, അതല്ലെങ്കിൽ മറ്റേ ചന്ദ്രപ്പനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ, ഇവൻ ടു സർട്ടൻ എക്സ്റ്റെന്റ് കാനം രാജേന്ദ്രൻ, ദേ ജെന്റിൽമെൻ കാര്യം കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും മാന്യന്മാരായിരുന്നു അവർ. ഇപ്പോഴത്തെ നേതാക്കന്മാർ ദിവാകരനല്ലേ പറഞ്ഞത് ആൾക്കാരോട്, പിണറായി മീൻ തെറ്റിക്കുന്നതിന് മുമ്പ് ജനങ്ങളോട് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരി മേടിക്കാൻ കാശില്ലേ കോഴിയെ മേടിച്ച് തിന്നോടെ എന്നൊക്കെ. അവര് പിണറായിനെ അപമാനിക്കാവുന്നതിൻ്റെ പരമാവധി അപമാനിക്കുന്നുണ്ട്. അപ്പം അതേപോലെയാണ് കോൺഗ്രസും പിന്നെ DMK-നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, DMK കോൺഗ്രസിനെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവർ തമ്മിലുള്ള റിലേഷൻ ഒരിക്കലും ഇനി പഴയ പോലെ ഒരു നല്ല നോർമൽ റിലേഷൻ ആവില്ല. 45 സീറ്റാണ് ഇവർ ചോദിച്ചേക്കുന്നത്, DMK ചോദിച്ചേക്കുന്നത്. 45 കോൺഗ്രസ് DMK-യോട് ചോദിച്ചിരിക്കണം 45 സീറ്റാണ്. ഈ 234 45 പോയി കഴിഞ്ഞാൽ ബാക്കി 190 കഷ്ടങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കുറേ HL പാർട്ടികളുണ്ട് അതിനകത്ത്. HL പാർട്ടികളോ ഈർക്കിൽ പാർട്ടികളോ ഒക്കെ അതിങ്ങൾക്കൊക്കെ കൊടുക്കണ്ടേ, 5ഉം 10ഉം ഒക്കെ വെച്ചിട്ട് കൊടുക്കണ്ടേ. അപ്പം ഇയാൾക്ക് എങ്ങനെയാണെങ്കിലും എന്താ പറയണ 2/3 മെജോറിറ്റി കിട്ടാൻ പാകത്തിനുള്ള സീറ്റ് കിട്ടണം സ്റ്റാലിന്, എന്നാലേ അയാൾക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ അവർ കൊടുക്കൂല. അവർ 45 സീറ്റ്, ചിലപ്പോൾ 20 സീറ്റിലോ 25 സീറ്റിലോ ഒതുങ്ങിയിരിക്കും. കാരണം ഒരു നിവൃത്തിയല്ലെങ്കിൽ കോൺഗ്രസ് ഗതികെട്ടാൽ പുല്ലും തിന്നെന്ന് പറഞ്ഞ പോലെയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അല്ല, കോൺഗ്രസ് BJP-യോട് ചേർന്നുകൂടെ? എന്നാ പിന്നെ BJP എന്താ പറയണ അധോഗതിയായത് തന്നെ അർത്ഥം. ഇപ്പൊ BJP തോപ്പിക്ക് ഒറ്റ മാർഗ്ഗമുള്ളൂ, രാഹുൽ ഗാന്ധിനെ BJP ചേർക്കുക. അതാണ് അവസാനം രാഹുൽ ഗാന്ധി ഒരു ദിവസം പറയും, മോദിജി, അമിത്ഷാജി എനിക്കൊരു മെമ്പർഷിപ്പ് തരണം. മൂപ്പർക്ക് എന്താ പറയണ്ടാത്തെന്നറിയില്ല. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, കോൺഗ്രസിൻ്റെ ഏറ്റവും സീനിയർ നേതാവാണ് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള സീനിയർ നേതാവാണ് ചിദംബരം. ശാസ്ത്രീയ കറപ്ഷൻ, കരുണാനിധി കഴിഞ്ഞാൽ പിന്നെ വളരെ സയൻറ്റിഫിക് ആയിട്ട് അഴിമതി നടത്താം, തട്ടിപ്പ് നടത്താം എന്നുള്ളതിൻ്റെ അതോറിറ്റിയാണ് അദ്ദേഹം. അത് മറ്റേ നമ്മുടെ ഒരു കണ്ണാശുപത്രി ഉണ്ടല്ലോ, അവരുടെ ഗ്രൂപ്പ് ഓഫ് വാസൻ ഐക്യ, അതിനെ കുറിച്ചിട്ട് അതിൻ്റെ ചരിത്രം, അതിൻ്റെ എങ്ങനെയാണ് ആ കമ്പനി രൂപീകരിച്ചതെന്നും ആ കമ്പനിയുടെ മാനേജ്മെൻറ്റ് സ്ട്രക്ചർ എങ്ങനെയാണെന്നും ആയിക്കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് കാശുണ്ടാക്കണത്. ഈ വാസൻ ഐക്യർ ഇയാളുടെ വകയാണല്ലോ, എന്താ ചിദംബരത്തിൻ്റെ വകയാണല്ലോ. ഈ 4-5 പേരെ അയാളുടെ വിശ്വസ്തരായ 4-5 പേരെ മേടിച്ചിട്ട് അവരെ കൊണ്ടൊക്കെ ഷെയർ അവരുടെ പേരിലാണ് മേടിച്ചേക്കണത്. ഈ ഷെയർ മേടിച്ച് കഴിഞ്ഞ് കൊടുത്ത ഉടനെ തന്നെ ആ 4-5 പേരുടെ വിൽപത്രം എങ്ങനെ എഴുതി മേടിച്ചു. എല്ലാ അവർ മരിച്ചു കഴിഞ്ഞാൽ നേരെ ചിദംബരത്തിന്റെ കൊച്ചുമോൾക്ക് പോകും. അതായത് കാർത്തി ചിദംബരത്തിന്റെ കൊച്ചുമോൾക്ക് പോകും ഈ ഷെയർ മുഴുവനും. ഞങ്ങൾക്ക് ആ കുട്ടിയോടുള്ള സ്നേഹവും ആദരവും കാരണം ഈ ഷെയർ മുഴുവൻ ആ കുട്ടിക്കുള്ളതാണ് ഒരേപോലെ എഴുതി കൊടുത്തേക്കുമായിരുന്നു. ആർക്കെങ്കിലും ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഇഷ്ടദാനം കൊടുക്കുന്നതിന്. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഈ ചിദംബരം അവിടെ ഉള്ളപ്പോൾ ഈ വേണുഗോപാലിനെയാണ് എന്താ പറയണ ഇവർ ചർച്ചയ്ക്ക് വിട്ടിരിക്കുന്നത്. സീറ്റ് കനിമൊഴിയെയും എന്താ പറയണ സ്റ്റാലിനെയും കണ്ട് ചർച്ച. അവസാനം ഈ ഇവർ പറയും, വേണുഗോപാൽ പറയുമായിരിക്കും അത് അവർ തരണ സീറ്റ് എന്താണെന്ന് വെച്ചാൽ. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. 2001 തെരഞ്ഞെടുപ്പിൽ AIADMK തമിഴ് മാനില കോൺഗ്രസ്, മൂപ്പനാറുടെ തമിഴ് മാനില കോൺഗ്രസും CPM-ഉം CPI-ക്ക് ഒരുമിച്ചാണ് മത്സരിക്കണം. അപ്പോൾ നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ ജയലളിതയുടെ വീട്ടിലാണ് ചർച്ച നടക്കണം. അപ്പോൾ മൂപ്പനാർ ജയലളിതയെ കാണാനായിട്ട് ജയലളിതയുടെ വീട്ടിൽ വന്നു. അദ്ദേഹം ചർച്ച നടത്തിയിട്ട് അപ്പം ഒരു പത്രക്കാരോടൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് CPM-കാർ വന്നു, രാമകൃഷ്ണൻ അങ്ങനെയൊക്കെയുള്ള 1-2 CPM-ലെ വൻ തോക്കുകൾ, നമ്മൾ പറയില്ലേ പൊളിറ്റ് ബ്യൂറോ മെമ്പർമാർ എന്നൊക്കെ പറയില്ല, അവർ വന്നു ചർച്ച നടത്തിയിട്ട് അവരൊന്നും മിണ്ടാണ്ട് പോയി. പത്രക്കാരോട് ചോദിച്ചപ്പോൾ അവർ ഞങ്ങൾ പിന്നെ പറയാം ഒന്നുമില്ല. അപ്പോൾ ഈ ചെങ്കോട്ടയ്യനുണ്ട്, ജയലളിതയുടെ വലിയ വിശ്വസ്തനാണ്.
ചെങ്കോട്ടയിൽ എനിക്ക് ആ സമയത്ത് നേരിട്ട് അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ അവർ പിണങ്ങിപ്പോയതാണ്. അപ്പോൾ അയാൾ എൻ്റെ തവളത്ത് കേട്ടിട്ട് മാറ്റി, ഒരു പിണങ്ങിപ്പോയതൊന്നുമല്ല, അവരവിടെ പോയി ചായ കുടിക്കാൻ പോയതാണ് അവരുടെ പാർട്ടി ഓഫീസിൽ, ഇവിടെ അടുത്തല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, സീറ്റിൻ്റെ എണ്ണത്തിൽ 7 സീറ്റ് കൊടുക്കും, അതിൽ കൂടുതൽ സീറ്റ് മേടിക്കാൻ പാടില്ല എന്ന് ഹർകിഷൻ സിംഗ് സുർജിത്ത് പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത്. നിങ്ങൾ നിൽക്കും, 10 മിനിറ്റിൽ അവർ തിരിച്ചു വരും ചായയും കുടിച്ചിട്ട്. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു, പാച്ചപ്പായി 7 സീറ്റ്. ഇത്രയൊക്കെ ഉള്ളൂ ഇവരുടെ കാര്യം. അപ്പോൾ കോൺഗ്രസ്സിൽ ഞാൻ ഒരു കോൺഗ്രസ് AICC ലീഡർഷിപ്പിലുള്ള ഒരാളോട് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, നിങ്ങൾ തമ്മിൽ വഴക്ക് പ്രശ്നം ഉണ്ടാവുമെന്ന്. പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല, പക്ഷേ ഏറിയ കൂറും നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കിട്ടണ സീറ്റ് മേടിച്ച് മത്സരിക്കും. അത് കഴിഞ്ഞ് പോസ്റ്റ് ഇലക്ഷൻ സിനാറിയോയിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാർഗെയിൻ ചെയ്യും. ചിലപ്പോൾ ഞങ്ങളുടെ സപ്പോർട്ടില്ലാതെ അവർക്ക് ഗവൺമെൻറ് രൂപീകരിക്കാൻ പറ്റില്ല എന്ന് കണ്ടാൽ ഞങ്ങൾ അധികാരത്തിലൊരു ഒരു അരപ്പക്കഷ്ണം ഞങ്ങൾ ചോദിക്കും. അപ്പം അവർക്ക് നോന്ന് പറയാൻ പറ്റൂല എന്നാണ്. പക്ഷേ തമിഴ്നാട്ടിലെ ഒരു പൊളിറ്റിക്സ് അനുസരിച്ച് DMK ആണെങ്കിലും ADMK ആണെങ്കിലും ഭരണം കൂട്ടുകക്ഷിയായിട്ട് മത്സരിക്കും. ഭരണം കിട്ടിയാൽ DMK അല്ലെങ്കിൽ ADMK ഒറ്റയ്ക്ക് വരും. അവർ ഷെയർ, കാരണം കാശ് വീതം വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് മറ്റേ DMK കിട്ടില്ലേ പൈസ മുഴുവനും. പിന്നെ മുന്നണി എന്തിനാ? മുന്നണി വോട്ടിന് അത് അവർ പറയാറുണ്ടല്ലോ. ജയലളിത വരെ പറഞ്ഞിട്ടുണ്ട്, അല്ല ഈ ഒരേ മുന്നണിയിലാണല്ലോ. മുന്നണിയൊക്കെ തെരഞ്ഞെടുപ്പിനാണ്, മനസ്സിലായില്ലേ, ഭരിക്കാൻ വേണ്ടിയിട്ടല്ലാന്ന്. ഈ വിജയകാന്തിൻ്റെ 2011 തെരഞ്ഞെടുപ്പിൽ ജയലളിതയുടെ കൂടെയായിരുന്നു വിജയകാന്ത്. വിജയകാന്തിന് 40 സീറ്റ് എന്താണ്ട് കൊടുത്തു, അയാൾ ജയിപ്പിച്ച്. അധികാരമൊന്നും കൊടുത്തോണ്ടൊന്നുമില്ല. അപ്പോൾ അത് ജയലളിത വിളിച്ചപ്പോൾ ജയലളിത പറഞ്ഞു, സോ വാട്ട്, അങ്ങനെ വല്ല അഗ്രിമെൻറ്റ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, മുന്നണിയുടെ ഭാഗമല്ല. മുന്നണി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ്, ഭരണം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടല്ല. അത് മാത്രമല്ല, ഞങ്ങൾ അധികാരം പങ്കുവയ്ക്കുന്ന പ്രശ്നം ഉദിക്കണില്ല, അങ്ങനെ ഒരു ചോദ്യമേ ഉദിക്കണില്ല എന്നാണ് പറഞ്ഞത്. തമിഴ്നാടിൻ്റെ പാരമ്പര്യം. മറ്റേ കരുണാനിധി എന്താണെന്ന് വെച്ചാൽ, കരുണാനിധിക്ക് ഭയങ്കര സെൽഫിഷാണ്. എല്ലാം വീട്ടുകാർക്ക് കൊണ്ട് തിന്നണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ, വേറെ ആർക്കും കൊടുക്കില്ല അയാള്. അയ്യോ, നമ്പർ 1 കറപ്റ്റ് ഫെലോ, സയന്റിഫിക് കറപ്ഷൻ്റെ ആള് മുഴുവൻ അയാള് കുടുംബത്തേക്ക്. സുനിൽ എന്ന് പറ, തിരുവാരൂരിൽ നിന്ന് കള്ളവണ്ടി കയറി ചെന്നൈയിലെത്തിയ മനുഷ്യനാണ് അയാൾ. തമിഴ്നാട്ടിൽ എങ്ങനെ ഇത്രയും വലിയ കോടികളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത? നല്ല മാർഗത്തിൽ കൂടി അല്ലാന്ന് ഏതായാലും അറിയാം. ജയലളിതയുടെ കാര്യത്തിൽ നമുക്ക് ഒരു കാര്യത്തിൽ സമ്മതിച്ചേ പറ്റുള്ളൂ, അവർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, പണം നായികയായിരുന്നു. ഷി വാസ് ദ ഹയസ്റ്റ് പെയ്ഡ് ഹീറോയിൻ ഇൻ തമിഴ്. അതും തമിഴിൽ മാത്രമല്ല, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളത്തിൽ ഒരു സിനിമയിലേറ്റ് അഭിനയിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് പൈസ ഉണ്ടായാലും നമുക്ക് അവരെ കുറ്റം പറയാനൊന്നും പറ്റുമൊന്നുമില്ല. പക്ഷെ ഇയാൾ കാശുണ്ടാക്കിയത് തരികളുടെ പരിപാടിയാണ് മൊത്തം. അറിയില്ലേ, ഈ അഴിമതി എന്ന് പറഞ്ഞാൽ മറ്റൊരു പര്യായ പദമാണ് കരുണാനിധി എന്ന് പറയുന്നത്. അതിന് പറ്റിയ മകനും കൊച്ചുമകൻ എന്തൊക്കെയാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ട് നടക്കണമെന്നറിയോ. പിന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകുമ്പോൾ ക്യാമ്പയിൻ ചെയ്തതാണ് ഉദയനിധി. ഞാൻ കേട്ടോണ്ട് നിൽക്കുക. അമ്മ ഗ്രാമങ്ങളിലെല്ലാം പോയിട്ട് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അവൻ പറയാണ്, ഈ അരുൺ ജെയ്റ്റ്ലി എന്ന് പറഞ്ഞ, പിന്നെ സുഷമ സ്വരാജ് എന്ന് പറഞ്ഞ 2 അമേച്ചറുണ്ടായിരുന്നു, മന്ത്രിമാരുണ്ടായിരുന്നു കേന്ദ്രത്തിൽ. ഈ മോദി അവരെ കൊന്നതാണ്. അത് ശരി. എന്ന് പറഞ്ഞ പെണ്ണുങ്ങളൊക്കെ അത് കേട്ട് പേടിച്ചു പോയി. ഞാനത് അന്ന് അണ്ണാമലയുടെ അടുത്ത് പറഞ്ഞാണ്, ഇതിനെതിരെ കേസ് കൊടുക്കേണ്ടതാണ്, ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ട് നടക്കണേന്ന്. എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ അയാളന്ന് മെസ്സേജ് അയച്ചു, ദിസ് ഇസ് എ വെരി സീരിയസ് ഒഫൻസ്, നമ്മൾ നോ ആക്ഷൻ. ഇവിടെ ഈ ഉദയനിധി മോദിയുടെ തന്തയ്ക്ക് പറഞ്ഞു. അതെ, അത് പറയാതെ അയാളുടെ സംസ്കാരം. നമ്മൾ ഈ തിരുവനന്തപുരം ശൈലിയിൽ ചില പിള്ളേരെ കാണുമ്പോൾ പറയാം, വാളി പിള്ളേരെന്ന് പറയില്ലേ, ഇയാൾ അതായിരുന്നു. എന്തെന്ന് അയാൾ പാസ്സായിക്കണേ, മറ്റേ ലയോള കോളേജിൽ പോയിട്ട് പഠിച്ചിട്ടുണ്ട്. കാരണം അന്ന് കരുണാനിധിയുടെ കൊച്ചുമോനാന്ന് പറഞ്ഞ് അഡ്മിഷൻ കിട്ടിയതാണ്. വിവരമൊന്നുമില്ല. തമിഴ്നാട് മുഖ്യമന്ത്രിയാവാൻ പറ്റിയ ആളാണ്. വിവരമൊന്നുമില്ല, വലിയ വിവരമൊന്നുമില്ല. ആരെ എന്തൊക്കെ പറയണമെന്നറിയില്ല. അവൻ്റെ അപ്പൂപ്പൻ മറ്റേ സനാതനധർമ്മത്തിൻ്റെ ആളാണ്. എന്നിട്ട് പറയണ സനാതനധർമ്മം എയ്ഡ്സ് പോലെയാണ്, മറ്റേ ഡെങ്കി പോലെയാണ്, കോളറ പോലെ, അത് പകർത്തരുതെന്നും പറയണം. അവൻ ക്രിസ്ത്യാനിയാണ്, അവൻ കല്യാണം കഴിച്ചിരിക്കുന്ന ക്രിസ്ത്യൻ പെൺകുട്ടീനെയാണ്. അവൻ മതം മാറി ക്രിസ്ത്യാനിയായതാണ്. അതെ. DMK പൊതുവെ ക്രിസ്ത്യൻസിന്റെയും മുസ്ലിംസിന്റെയും പാർട്ടിയാണല്ലോ. ക്രിസ്ത്യൻസിന് അവർക്കൊരു ബിഷപ്പുണ്ട്, നമ്മൾ സംസാരിച്ചുള്ളേ, എസ്രാ സർഗുളം എന്ന് പറഞ്ഞ അയാള് വടിയായി ചത്തുപോയി. പിന്നെ അവർ ക്രിസ്ത്യൻസിന് അവർ കൊടുക്കണ
DGS ദിനകരനെ കുറിച്ച് കേട്ടിട്ടില്ലേ? വലിയ ഉപദേശിയ ജീസസ് കോൾസ്, യേശു ഉഴപ്പിനാർ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ പാടിക്കൊണ്ടുവരും. മതപരിവർത്തനത്തിൻ്റെ ആളാ. അയാൾ എന്ത് ചെയ്തിട്ടുണ്ട് തമിഴ്നാടിൻ്റെ സോഷ്യൽ ഓർ ഇക്കണോമിക്കൽ ഓർ ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അയാൾ സ്വന്തമായിട്ട് കാശ് സമ്പാദിച്ചു. ചത്ത് കഴിഞ്ഞപ്പോഴേ ഈ കരുണാനിധി എന്ത് ചെയ്തു എന്നറിയാമോ? മറ്റേ നമ്മുടെ ആ ഗ്രീൻവേസ് റോഡിൻ്റെ അവിടെ ഒരു വലിയ റോഡുണ്ട്, മറ്റേ എന്താ, ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു, അത്രയും റോഡിന് ബ്രദർ DGS ദിനകരൻ റോഡ് നിട്ടിരിക്കുന്നു. നാളെ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ദാവൂദ് ഇബ്രാഹിം റോഡ് നിടാൻ പാടില്ല, വേണമെങ്കിൽ കേരളത്തിൽ ഉറപ്പായിട്ടിടും. ഹമാസിനെ കൊണ്ടുവന്ന് ഇതൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ ദാവൂദിൻ്റെ പേരിലൊരു റോഡോ ഒരു ഓഡിറ്റോറിയോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് വേണമെങ്കിൽ. അത് ദാവൂദ് ഇബ്രാഹിം ഒന്ന് വടിയായി കിട്ടട്ടെ. പക്ഷേ കോൺഗ്രസ് ഇത്തവണ എന്താ പറയുക, നല്ല ഒരു സ്മൂത്ത് ഫങ്ഷനിങ് ഓപ്പറേഷൻ ആയിരിക്കില്ല കോൺഗ്രസിൻ്റെയും DMKയും കൂടി ചേർന്ന്. DMKയിലുള്ള മുന്നണികൾ മുഴുവൻ ഉണ്ടല്ലോ. കോൺഗ്രസ് ഉണ്ട്, CPM, CPI, പിന്നെ CPI, മുസ്ലിം ലീഗ്, പിന്നെ വേറെ എന്താ, വിജയകാന്ത് രൂപീകരിച്ച പാർട്ടി, ദെൻ പിന്നെ ഇപ്പോൾ MDMK. അല്ല, MDMKയുടെ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞറിഞ്ഞില്ലേ, കേരളത്തിൽ പിണറായി വിജയനെ ജയിക്കുള്ളൂ, മൂന്നാമത്തെ തവണ അയാൾ അധികാരത്തിൽ വരുന്നാണ് പറഞ്ഞേക്കണം. എന്തൊരു കോഹഷനാണ്. അപ്പം ഇയാൾ ഞാൻ കേരളത്തിൽ അവിടെ തമിഴ്നാട്ടിൽ മാർക്സിസ്റ്റുകാരുടെ കോൺഗ്രസ്സുകാരുടെ ക്യാമ്പയിന് പോകാൻ പറ്റുമോ അയക്ക്? ഒരു മുന്നണിയില്ല. അല്ല, അവിടെ CPM ഉണ്ട് ആ മുന്നണിയിൽ. ഓ, അത് ശരി. അപ്പൊ രണ്ടു കൂട്ടരും ജയിക്കണം. വിചിത്രമായ രാഷ്ട്രീയമാണ്. അയ്യോ, രാഷ്ട്രീയം. രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് ഇനി DMKയിൽ നല്ല നടപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല. അത് മാത്രമല്ല, തമിഴ്നാട്ടിലും കോൺഗ്രസ് ഈസ് ഗെറ്റിംഗ് ഓൾറെഡി വീക്കെൻഡ് ആണ്, ദുർബലമാണ്. കഥ കഴിഞ്ഞു എന്ന് പറയാമെങ്കിൽ. ഇപ്പം പഴയ പേരിൻ്റെ, പഴയ പ്രതാപത്തിൻ്റെ, എന്താ പറയണ, സിനിമയിലില്ലേ കഥ പറഞ്ഞുകൊണ്ട് എൻ്റെ അച്ഛൻ മറ്റിതായിരുന്നു, എൻ്റെ അപ്പൂപ്പൻ ഇന്ന ആളായിരുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം. ഞങ്ങളുടെ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധിയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാം. അത്രേ ഉള്ളൂ. കോൺഗ്രസ് ഈസ് ഫിനിഷ്ഡ് തമിഴ്നാട്ടിൽ. ഇനി കേരളത്തിൽ എന്ന് തീരുന്നുള്ളതാണ് നമുക്ക് അറിയണത്. സതീഷ് ശരിയായിക്കോളൂ. ഓ, അത്രയ്ക്ക് കഴിവുണ്ടോ സതീഷിന്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് പോലെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നും ചെയ്യണ്ട, നമ്മുടെ ആ ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഉണ്ടല്ലോ, IND എന്ന് കാണുന്ന ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ പ്രൊഫൈൽ ഓപ്പണായി വരും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് അമർത്തുക, ഇപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. അങ്ങനെ ഞങ്ങളെ സഹായിക്കുക.